റഷ്യയുടെ കിഴക്കുഭാഗത്ത് കംചട്ക പെനിൻസുലയിൽ 8.8 മാഗ്നിറ്റ്യൂഡുള്ള വലിയൊരു ഭൂകമ്പമുണ്ടായിരിക്കുന്നു. ഇതിനെ തുടർന്ന് അമേരിക്കയിലും ജപ്പാനിലും സുനാമി ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പ് വരുന്നു. ജപ്പാന്റെ വിവിധ തീരപ്രദേശങ്ങളിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുന്നു. ലോകം മറ്റൊരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷിയാവുകയാണ്. നോക്കാം റഷ്യയിലെ ഭൂകമ്പത്തിന്റെ, അമേരിക്കയിലെയും ജപ്പാനിലെയും സുനാമിയുടെ വിശദാംശങ്ങൾ, കാരണങ്ങൾ, ഇപ്പോൾ സംഭവിച്ച ഭൂകമ്പത്തിൻ്റെയും സുനാമിയുടെയും ശാസ്ത്രീയവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങൾ. ഫാക്ട് ആൻഡ് ഫോക്കസ്. കിഴക്കൻ റഷ്യയിലെ കംചട്ക പെനിൻസുലയിലാണ് ഇന്ന് രാവിലെ 8.8 മാഗ്നിറ്റ്യൂഡ് അടയാളപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായത്. 1952 ശേഷം ഇതാദ്യമായാണ് ഇത്രയും ഭീകരമായൊരു ഭൂകമ്പം റഷ്യ നേരിടുന്നത്. ശക്തിയേറിയ ഭൂകമ്പമുണ്ടായതോടെ വടക്കൻ പസഫിക് മേഖലയിൽ സുനാമി തിരമാലകൾ ഉയരാൻ തുടങ്ങി. അമേരിക്കൻ തീരങ്ങളിലും ജപ്പാൻ, ഹവായ്, അലാസ്ക, ന്യൂസിലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോലും ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ജപ്പാനിൽ സമയം രാവിലെ 8:25 കംചട്കയിലെ പെട്രോപാവ്ലോവ്സ്ക് കംചട്കയിൽ നിന്ന് 119 കിലോമീറ്റർ അകലെ 20.7 കിലോമീറ്റർ ആഴത്തിൽ ഭൂകമ്പമുണ്ടായത്. തുടർന്ന് സുനാമി തിരമാലകൾ ജപ്പാന്റെ ഹൊയ്കൈഡോയിലെ തോക്കാച്ചി തീരത്ത് ഉയർന്നെന്ന് റിപ്പോർട്ടുകൾ വന്നു. 40 സെന്റിമീറ്റർ, അതായത് 1.3 അടി ഉയരമുള്ള തിരമാലകളാണ് ഈ തീരത്ത് രേഖപ്പെടുത്തിയത്. ജപ്പാനിലെ തന്നെ ഇഷിനോമാക്കി എന്നൊരു തുറമുഖത്ത് 50 സെന്റിമീറ്റർ ഉയരത്തിൽ 1.6 അടി ഉയരത്തിൽ തിരമാലകൾ ഉണ്ടായി. ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി JMA ഹൈക്കോഡോ മുതൽ ക്യൂഷു വരെയുള്ള പസഫിക് തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഹവായ്, അലാസ്ക, ചിലി, സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ 1 മുതൽ 3 മീറ്റർ ഉയരമുള്ള തിരമാലകൾ ഉയർന്നാക്കാമെന്ന് പസഫിക് സുനാമി വാർണിംഗ് സെന്ററിന്റെ മുന്നറിയിപ്പുണ്ട്. മെക്സിക്കോ പോലും പസഫിക് ബീച്ചുകളിലേക്ക് പോകരുതെന്ന് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭൂകമ്പം റഷ്യയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യയിലെ കംചട്കയിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തടസ്സപ്പെട്ടു. മൊബൈൽ സേവന തകരാറുകൾ റിപ്പോർട്ട് ചെയ്തു. സുനാമി തിരമാലകൾ ഇതുവരെ ജപ്പാനിൽ ഗുരുതരമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഹൊക്കൈഡോ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷിനോമാക്കി തുറമുഖത്ത് 50 സെന്റിമീറ്റർ തിരമാലകൾ ഉയർന്നതുമൂലം 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്നെല്ലാം എക്സിലെ ചില പോസ്റ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളല്ല. ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി ഔദ്യോഗികമായി പറയുന്നത് ഭൂകമ്പങ്ങളുടെ കൃത്യമായ തീയതി പ്രവചിക്കാൻ കഴിയില്ലെന്നാണ്. കഴിഞ്ഞ ജൂൺ 21 മുതൽ ജപ്പാന്റെ തോക്കാര ദ്വീപുകളിൽ 5.5 മാഗ്നിറ്റ്യൂഡ് വരെ രേഖപ്പെടുത്തിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സാധാരണയുള്ള സീസ്മിക് പ്രവർത്തനമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പത്തിനും സുനാമിക്കും സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. പസഫിക്കിലെ വളരെ സെൻസിറ്റീവ് പ്രദേശമായ റിംഗ് ഓഫ് ഫയർ എന്ന സീസ്മിക് മേഖലയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അതാണ് സുനാമി സാധ്യത കൂടാനുള്ള കാരണവും. മുമ്പും ഇങ്ങനെ പലപ്പോഴും ജപ്പാനെ സുനാമി വിഴുങ്ങിയിട്ടുണ്ട്. 2011 തൊഹോക്കുവിലുണ്ടായ 9 മാഗ്നിറ്റ്യൂഡ് അടയാളപ്പെടുത്തിയ ഭൂകമ്പവും സുനാമിയും 18,000-ലധികം ആളുകളുടെ ജീവനാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ സുനാമി പ്രതീക്ഷിച്ച് ജപ്പാൻ ഒട്ടേറെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. 2011 സംഭവത്തിന് ശേഷം ജപ്പാൻ 400 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ കോൺക്രീറ്റ് സുനാമി വാൾ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തിരമാലകളുടെ ശക്തി കുറക്കാനും ഒഴിപ്പിക്കലിന് കൂടുതൽ സമയം നൽകാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഷിൻകാൻസൻ ട്രെയിനുകളാണ് മറ്റൊരു സംവിധാനം. ഭൂകമ്പ നിരീക്ഷണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂകമ്പം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ട്രെയിനുകൾ നിർത്താൻ സാധിക്കും. ജപ്പാൻ കാലാവസ്ഥാ വകുപ്പിന്റെ തത്സമയ നിരീക്ഷണവും മുന്നറിയിപ്പുകളും ജനങ്ങൾക്ക് ഉടനടി ഒഴിപ്പിക്കൽ നിർദ്ദേശങ്ങളും എല്ലാം തകൃതിയായി നൽകുന്നുണ്ട്. പൊതുജനങ്ങളെ സുനാമി നേരിടാൻ വേണ്ടി തയ്യാറാക്കാൻ എമർജൻസി സപ്ലൈ സ്റ്റോക്കുകൾ ചെയ്യുകയും ഇടയ്ക്കിടെ ഒഴിപ്പിക്കൽ ഡ്രില്ലുകൾ നടത്തുകയും ചെയ്യുന്നു. ഇന്നുണ്ടായ ഭൂകമ്പത്തിന് ശേഷം ഹൊക്കൈഡോ മുതൽ വക്കായാമ വരെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫെറികളും സെൻഡായ് വിമാനത്താവളവും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കൻ റഷ്യയിൽ സുനാമി തിരമാലകൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ പ്രളയം സംഭവിച്ച ഉത്തര കുറിൽ ദ്വീപുകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പസഫിക് തീരങ്ങൾ എല്ലാം ജാഗ്രതയിലാണ്.